വളരെ ശക്തമായി നിലകൊള്ളുകയാണ്. സോൾഡാരിറ്റി അതിനുവേണ്ടി ശക്തമായി നിലകൊള്ളുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായി തന്നെ നിലകൊണ്ട് ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. സാമ്രാജ്യത്തിനെതിരെ ശക്തമായി തന്നെ നിലകൊള്ളണം. പക്ഷേ അങ്ങനെ നിലകൊള്ളുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ എന്തെന്നറിയോ, അതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകുക. എങ്ങനെയാ സാമ്രാജ്യത്വം വരുന്നത്, എങ്ങനെയാണ് സാമ്രാജ്യത്വം വരുന്നത്? സോൾഡാരിറ്റി ഒരു കുട്ടി പ്രസംഗിക്കുന്നത് കേൾക്കൂ. സാമ്രാജ്യത്വം വരുന്ന വഴിയെ പറ്റിയിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതീവ മാതകമാണ്. ുമ്പോൾ നിറഞ്ഞു പറയുന്ന പാനീയങ്ങളായി, അത്ഭുത വീര്യം പകരുന്ന ചോക്ലേറ്റുകളായി, സ്വർഗസുന്ദരികളുടെ ലാവണ്യം വാരിത്തരുന്ന മുഖലേപനങ്ങളായി, വായിൽ വെള്ളമൂറുന്ന ഫാസ്റ്റ് ഫുഡുകളായി, യൗവനം വീണ്ടെടുത്തു തരുന്ന മായാ സോപ്പുകളായി, യുവത്വം സമ്മാനിക്കുന്ന ഉത്തേജക ഔഷധങ്ങളായി അത് നമ്മുടെ വീട്ടിൽ കയറി വരുന്നു. കടുവയുടെ കരുത്തുള്ള സ്കൂട്ടറുകൾ, സ്വർഗത്തിൽ നിന്ന് പറന്നു താഴുന്ന ടിവികൾ, വർണ്ണച്ചിറകുള്ള ഫ്രിഡ്ജുകൾ, സുന്ദരിമാരെ മയക്കുന്ന ടയറുകൾ, മിന്നൽ പിണർ പോലുള്ള കാറുകൾ, എന്തൊക്കെയുണ്ട് ഈ വശ്യപ്രപഞ്ചത്തിൽ. ഇവയിൽ എന്തുണ്ട് നമുക്ക് വേണ്ടാത്തതായി എന്ന് പരസ്യത്തിലൂടെ ചിത്രീകരിച്ചു തന്നുകൊണ്ട് ഇതാണ് യഥാർത്ഥ ജീവിതമെന്നും ഈ ജീവിതം സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കണമെന്നും നമ്മെ പറഞ്ഞു ബുദ്ധിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് സാമ്രാജ്യത്വം കടന്നു വരുന്നത്. ചാകാൻ പോകുന്നവരുടെ ചങ്കിടിക്കുന്ന ശബ്ദം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് കേൾക്കാൻ പറ്റില്ല. മൂപ്പരെങ്ങനെയാണ്, അവര് CD ഇറക്കുമ്പോ അതിനനുസരിച്ചൊരു മ്യൂസിക് കൊടുത്തിട്ട് ഒരു താളാത്മകത കേൾക്കുമ്പോ, എന്നിട്ട് ഈ ചാകാൻ പോകുന്നവന്റെ ചങ്കിടിക്കുന്ന ശബ്ദത്തിൽ കുറെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആൾക്കാരെ കേൾപ്പിക്കുക. എന്താ ഇപ്പൊ പറഞ്ഞത്? സാമ്രാജ്യത്വം കടന്നവർ എങ്ങനെ ചോക്ലേറ്റുകളായി, അതുപോലെ തന്നെ കോളകളായി, മുഖലേപനങ്ങളായി, ടയറുകളായി, ബൈക്കുകളായി. ഈ ബൈക്കുകളുടെയും മുഖലേപനങ്ങളുടെയും ചോക്ലേറ്റുകളുടെയും അതുപോലെ തന്നെ കോളകളുടെയും ഒക്കെ പരസ്യത്തിലൂടെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് സാമ്രാജ്യത്വം കടന്നു വരുന്നു. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഞാൻ നേർക്ക് നേരെ പറഞ്ഞു, മൂപ്പര് വായിച്ചു പറഞ്ഞെന്ന് മാത്രം. എങ്കിൽ ഈ സാമ്രാജ്യത്വത്തിന്റെ പരസ്യം കൊടുക്കുന്നവരാരാ? ഞാനൊരു കെട്ട് മാധ്യമം ഈ പറഞ്ഞ മുഴുവൻ സാധനത്തിന്റെ ഈ പരസ്യമുള്ളത്. ഇനി ഞാൻ പറഞ്ഞു പോട്ടെ, എന്റെ കയ്യിലുള്ളത് പോട്ടെ, നിങ്ങൾ ഇന്ന് മുതൽ പരിശോധിച്ചോ. ചോക്ലേറ്റിന്റെ പരസ്യം, ബൈക്ക്, ആഴ്ചയിൽ ഒരു ദിവസം പ്രത്യേക പടക്തിയുണ്ട് മാധ്യമത്തിൽ, അല്ലേ? ടോപ്പ് ഗിയർ. എന്തിനാ? ബൈക്ക് പഠിപ്പിക്കാൻ, ബൈക്കിന്റെ പവർ പറയാൻ, പരസ്യം കൊടുക്കാൻ, അല്ലേ? ടയറിന്റെ പരസ്യം, അതുപോലെ തന്നെ ടിവിയുടെ, ഫ്രിഡ്ജിന്റെ, ചോക്ലേറ്റിന്റെ. അവസാനം ഗൾഫ് മാധ്യമത്തിൽ പെപ്സിയുടെ, ഇവിടെ കൊക്കക്കോളക്കെതിരെ സമരം, ഗൾഫിലോ പെപ്സിയുടെ പരസ്യം മാധ്യമത്തില്, ഗൾഫ് മാധ്യമത്തിൽ നിഷേധിക്കോ, അല്ലേ? അപ്പൊ പരസ്യത്തിലൂടെയാണ് സാമ്രാജ്യത്വം കടന്നു വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ പരസ്യത്തിലൂടെയാണ് സാമ്രാജ്യത്വം കടന്നു വരുന്നത് പറഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥം മാധ്യമത്തിലൂടെയാണ്. മാധ്യമത്തിലൂടെ സാമ്രാജ്യത്വം കടന്ന് അപ്പൊ ചപ്പടാച്ചി ഇങ്ങനെ അടിക്കുക. ആൾക്കാർ ഇങ്ങനെ കേൾക്കുമ്പോ ഹായ് എന്തായി അടിക്കണ അടി ഹായ് എന്ന് പറയും. എന്നിട്ട് അവർ തന്നെ അതിന്റെ ഒരു മറുവശാകുക, അതിന്റെ ഒരു ഏജന്റ് ആവുക, അല്ലേ? ഇതല്ലേ ജമാഅത്ത് ഇസ്ലാമി ചെയ്തത്? എല്ലാ കാര്യത്തിലും അങ്ങനല്ലേ, അല്ലേ? ഇപ്പൊ അവസാനം ഏറ്റവും ലേറ്റസ്റ്റ് വർഷത്തിലേക്ക് വന്നുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാൻ. ഈ അടുത്ത ദിവസത്തിലായി ഇപ്പൊ നമ്മൾ കണ്ടു എന്ത്, ഏറ്റവും അടുത്തായി നമ്മൾ കണ്ടു എന്ത്, ഈ ഇലക്ഷനിൽ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. നമുക്ക് വിരോധമില്ല. ഒരു പ്രസ്ഥാന നിലയ്ക്ക് ആർക്ക് അവര് തീരുമാനിച്ചു, അവർ നടപ്പാക്കി, നമ്മൾ അതിനെ വിരോധിക്കല്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ കപടത അത് വ്യക്തമായി, വളരെ വ്യക്തമായി, അല്ലെ? ജമാഅത്തെ ഇസ്ലാമി എന്ത് എന്ന് പഠിക്കാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ കപടത ബോധ്യപ്പെടാൻ, തട്ടിപ്പ് ബോധ്യപ്പെടാൻ പറ്റിയ ഒരു അവസരമായി എല്ലാവർക്കും, ലോകത്തുള്ള കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും, അല്ലെ? ജമാഅത്തിന്റെ അമീർ വളരെ വ്യക്തമായി പറഞ്ഞു. എവിടെ പറഞ്ഞു? ഇന്ത്യ വിഷനിലൂടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതാ LDF-ന് പിന്തുണ പ്രഖ്യാപിക്കാൻ കാര്യം എന്നറിയോ? അവരോട് ആദർശപരമായി യോജിപ്പുള്ളതൊന്നുമല്ല. ആദർശപരമായി ഞങ്ങൾക്ക് LDF-നോട് യോജിപ്പില്ല, പല മേഖലകളിലും ഞങ്ങൾക്ക് അവരോട് വിയോജിപ്പാണത്. പക്ഷേ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് സാമ്രാജ്യത്വത്തിനെതിരെ നിലകൊള്ളുന്നവരെന്നത് കൊണ്ടാണ്, ബുഷിനോട് ഗോ ബാക്ക് പറയുവാൻ ധൈര്യം കാണിക്കുന്നവര് എന്നതുകൊണ്ടാണ് LDF-ന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത്. ഞാൻ പറയണില്ല, അത് അമീർ തന്നെ ഒന്ന് പറയട്ടെ. ഒരു മുന്നണി ആഗോള സാമ്രാജ്യത്വ ശക്തിയെ പൂവിട്ട് പൂജിക്കുകയും അവരെ പരവതാനി വരിച്ച് സ്വീകരിക്കുകയും അവർക്ക് ബൊക്കെ നൽകി ആദരിക്കുകയും ചെയ്യുന്ന ഒരു മുന്നണിയാണ്. മറ്റേ മുന്നണി സാമ്രാജ്യത്വ ശക്തിയോടും അതിന് നേതൃത്വം നൽകുന്ന ബുഷിനോടും ഗോ ബാക്ക് എന്ന് പറയാൻ ധൈര്യം കാണിക്കുകയും ഇറാൻ വോട്ട് ഉൾപ്പെടെയുള്ള നമ്മുടെ സ്വയം നിർണയാവകാശത്തെ പണയം വെക്കുന്ന സംരംഭങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ഒരു മുന്നണിയാണ്. കാരണം സാമ്രാജ്യത്വ ശക്തിയുടെ ലക്ഷ്യം ഓരോ ഗ്രാമവുമാണ്, ഓരോ പട്ടണവുമാണ്, ഓരോ ജില്ലയുമാണ്, ഓരോ സംസ്ഥാനവുമാണ്, ഓരോ രാജ്യവുമാണ്. സഹോദരങ്ങളെ, അപ്പൊ കേട്ടല്ലോ, മൂപ്പര് പറയാം ഗോ ബാക്ക് പറയാൻ, അത് സാമ്രാജ്യത്തിനെതിരെ നിലകൊള്ളാൻ പറ്റിയൊരു പാർട്ടി അത് ഇവരാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് കേട്ടിട്ട് LDF-കാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമി ഈ വിഷയത്തിൽ LDF-നോട് യോജിപ്പുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് 1.5 മാസം മുമ്പ് ജമാഅത്തെ ഇസ്ലാമി പ്രസംഗിച്ചത് എന്താ നിങ്ങൾക്കറിയോ? സാധാരണ നാട്ടിലൊക്കെ പറഞ്ഞു നടക്കുന്നത് LDF-ന് വോട്ട് ചെയ്തത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇപ്പോൾ വളരെ ശക്തമായി ഇവർ പ്രസംഗിച്ച് നടക്കുന്ന കുപ്പറ നടത്തുന്ന ജമാഅത്തുകാരുണ്ടെങ്കിൽ കേട്ടോ, 1.5 മാസം മുമ്പ്, ഈ തെരഞ്ഞെടുപ്പിന്റെ 1.5 മാസം മുമ്പ് ജമാഅത്തുകാരൻ പറയാ. ആദ്യം അബ്ദുറഹ്മാൻ പറയട്ടെ, LDF-നെ കുറിച്ച് മൂപ്പർ അഭിപ്രായം പറയാ. കേട്ടോ നിങ്ങൾ. അഴിമതി കോമരങ്ങളായ, അധാർമികതയുടെ പര്യായങ്ങളായ, അസാൻമാർഗികത ജീവിത ശൈലിയാക്കി മാറ്റിയ നേതാക്കളുടെ പരമ്പര തന്നെ നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ നിരന്തരം കണ്ടു മടുത്ത് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ ബഹുമാനായ അമീർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ 5 വർഷം കഴിയുമ്പോഴും നമ്മൾ തീർക്കാൻ മറ്റേ കക്ഷിയെ തന്നെ കൊണ്ടുവരുന്ന ഈ പരിപാടി ഇനി തുടരേണ്ടതുണ്ടോ എന്ന് 4 വട്ടം 5 വട്ടം ആലോചിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയല്ല, കള്ളന്മാരുടെ ഒരു നീണ്ട പടയാണ്. അതിലെ കളവ് മുതലിനെ ചൊല്ലി തർക്കിച്ച് ചില ആളുകൾ വിട്ടുപോയി തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു എന്നത് മാത്രമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം. കാട്ടുകള്ളന്മാരെ ഞങ്ങൾ ഏറ്റെടുക്കണോ നിങ്ങൾ ഏറ്റെടുക്കണോ എന്ന ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏറ്റുകൊള്ളാമെന്ന് പറയുമ്പോൾ മറ്റേ കൂട്ടർ പരിഭ്രാന്തരാകുന്നു. ഇവർക്ക് വേണ്ടെന്ന് പറയുമ്പോൾ വാരിപ്പുണരാമെനക്കിടുന്നു. ഞങ്ങൾ ഏത് പാളയത്തിൽ പോയാലാണ് കൂടുതൽ ഗംഭീരമായി മോഷ്ടിക്കാൻ കഴിയുക എന്ന് അവർ ആലോചിക്കുന്നു. ഈ മട്ടിലുള്ള ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയുകയാണ്. ഖജനാവിൽ നിന്ന് ചോർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കണക്കുകൾ എഴുതി എന്റെ സഹപ്രവർത്തകരായ പത്രപ്രവർത്തകർ കരീമടക്കം ഇവിടെ ഉണ്ട്. ഇവരുടെയൊക്കെ കൈയൊക്കെ കുഴഞ്ഞു. നടക്കുന്ന അതാണ്. നമുക്ക് പോലും ഇപ്പോ 1 കോടിയും 10 കോടി 20 കോടിയിലൊന്നും ന്യൂസ് വാല്യൂ ഇല്ല. രാത്രി 9-10 മണിയാകുന്ന സമയത്ത് പത്രത്തിലെ നാളത്തെ ലീഡ് സ്റ്റോറി എന്താന്ന് ചോദിക്കും, പറയും സർ 50 കോടി രൂപയുടെ വെട്ടിപ്പിന്റെ കഥയുണ്ട്, അതൊക്കെ പ്രാദേശിക പേജിൽ ഒതുക്കടാ. 314 കോടി വരട്ടെ, അത് ലീഡാ. ഇതല്ലേ സമയം? ഇത് കാര്യം ഞാൻ പറയുന്നത്. ഇങ്ങനെയല്ല നടക്കുന്നത്. എന്നിട്ടോ ഈ 314 കോടി രൂപ എങ്ങോട്ട് പോയി എന്നതിൽ എനിക്ക് ആർക്കും ഒരു അസ്വസ്ഥയും. അത് തുടങ്ങിയ നിങ്ങളാ, നടുവിലെ ഞങ്ങൾ കൂടിയിട്ടുള്ളൂ, ഒടുവിലും നിങ്ങളാ രക്ഷപ്പെട്ടു. അല്ലടാ, ഞങ്ങൾ പ്രണയിച്ചിട്ടേ ഉള്ളൂ, നിങ്ങളാ താലി കെട്ടിയത്. മറുപടിയായി എന്തു